എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പരിഞ്ഞിൽ വെച്ചിട്ടുള്ള അടയുടെ റെസിപ്പി ആയിട്ടാണ്. പരിഞ്ഞിൽ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ മുട്ട. നിങ്ങളുടെ നാട്ടിൽ പരിഞ്ഞിലിന് ഏത് പേരാണ് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളെടുത്തിരിക്കുന്നത് അയല മീനിൻ്റെ മുട്ടയാണ്. അപ്പോൾ ഇവിടെ അപൂർവമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും മത്തി അയലയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ പരിഞ്ഞിലുണ്ടാവും. അപ്പോൾ 2 വലിയ പരിഞ്ഞിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സവാള പൊടിയിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഒരു പിടി തേങ്ങ ചിരകിയത്. ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഒരു മിക്സ് നിങ്ങൾക്ക് തോരനായിട്ടും ഉണ്ടാക്കാം, അതുപോലെ തന്നെ അടയായിട്ടും ഉണ്ടാക്കാം. തോരനായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഇതിട്ടിട്ട് നന്നായിട്ട് ചിക്കിത്തോത്തി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടയാക്കാനായിട്ട് വേണ്ടത് വാഴയിലയാണ്. വാഴയിലയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് കൈവച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഇത് വാഴയിലയിൽ ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് പരിഞ്ഞിൽ ഫ്രൈ ചെയ്യുന്നത് നെക്കാട്ടിലും ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് കുറച്ച് പരിഞ്ഞിലുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി മുകളിൽ വേറൊരു വാഴയില വെച്ചിട്ടായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ചൂടായി കിടക്കുന്ന പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിത് 2 സൈഡും ഒന്ന് വറുത്തെടുക്കാം. എന്തെങ്കിലും ഭാരമുള്ള ഇത് മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. അതിനുശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ഞാനിത് ഫ്ലിപ്പ് ചെയ്ത് 2ാമത്തെ സൈഡ് ഗ്രില്ല് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പരിഞ്ഞിൽ അട റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയും അതുപോലെ ഇങ്ങനെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആണെങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്